ഞാൻ ഈ തോള വെച്ചുകൊണ്ട് നടക്കുന്ന ഈ സാധനത്തിൻ്റെ പേര് തൽവാർ, പുല്ലുവെട്ടി എന്ന് മലയാളത്തിൽ പറയും. നല്ല സൂപ്പർ ഒരു സാധനമാണ്. ഇപ്പം മഴയൊക്കെ പെയ്ത് നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പോച്ചയൊക്കെ നല്ലോണം വളം നിൽക്കുന്ന സമയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോച്ച അടിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഷീനൊക്കെ വെച്ച് അടിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കിളിച്ച് വരും. ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എക്സസൈസും ആവും. അതുകൂടാതെ അയ്യത്തെ പോച്ചയും വരും. നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ള കാര്യം. അടിപൊളിയാണ്. ഈ രണ്ട് സൈഡിലും നല്ല മൂർച്ചയാണുള്ളത്. ഞാനന്ന് ഉപയോഗിച്ചിരുന്നു ഈ സാധനം. ഇരുമ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കംഫർട്ടായിട്ട്. ഇത് വെയിറ്റുള്ളതാണ്, നല്ല വെയിറ്റുണ്ട്. ലേഡീസിന് പറ്റുന്ന രീതിയിലേക്കുള്ളത്. ഇതിന് വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളുണ്ട്, ഒരു കയ്യിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ഈസി ആയിട്ട് നമുക്ക് പറ്റും. നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വീശി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോകും. സൂപ്പറാണ്. ഇത് താത്തടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ക്ലിയറായിട്ട് താത്തടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ക്ലിയറായിട്ട് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ട് കൈ കൊണ്ട് പിടിച്ചിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കൈക്ക് എക്സസൈസ്, മസിൽ വരാനും നല്ലതാണ്. കണ്ടില്ലേ, ഇത്രയും ദിവസം നേരം ചെയ്തപ്പോൾ തന്നെ മസിൽ വരാനും നല്ലതാണ്. എന്തായാലും ഒരു പണിയുമാണ്. നമ്മുടെ കാടും നന്നാക്കും. കണ്ടില്ലേ, അത് ശരിക്കും അടിപൊളി സാധനമാണ്. ഇങ്ങനെ അടിക്കുന്നുള്ളൂ. ചെറിയ വഴിയാണ്, ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ്. അവിടെ വഴിയുടെ ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കാണിക്കാം. ഈ അണപ്പൊക്കെ വരുന്നുണ്ട്. ജോലി ചെയ്തിട്ട് കുറച്ച് നാൾ കൊണ്ടാണ് തോന്നുന്നു. കട്ടിപ്പണി കണ്ടല്ലേ. ക്ലിയറായിട്ട് നമുക്ക് ഈ വഴി ക്ലിയർ ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് അല്ലാതെ ക്ലിയർ ചെയ്യാം. എന്നിട്ടിത് വളരെ സൂപ്പറാണ് കേട്ടോ. ഇത് ശരിക്കും കാണാൻ സാധിക്കും. പുല്ലുവെട്ടി തൽവാർ, അടിപൊളി സാധനം. എടുക്കാച്ച്. ഇപ്പോൾ മഴയില്ല. ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്ന് പറയുള്ളൂ. മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഈ കാട് പോച്ച പിടിച്ചു വരും. നമ്മൾ ദിവസം രാവിലെ 1 മണിക്കൂർ വെച്ച്, അല്ലെങ്കിൽ 1/2 മണിക്കൂർ നമ്മളെ സമയം വെച്ചിട്ട് ഈ സാധനം ജസ്റ്റ് ഒന്ന് വെട്ടിയാൽ കണ്ടോ, നല്ല മൂർച്ചയാണ്. അത്യാവശ്യം മൂർച്ച കുറഞ്ഞ സമയത്ത് അരം വെച്ചൊന്ന് രായി കൊടുത്താൽ മതി. സൂപ്പറായിരിക്കും. ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വീശി കഴിഞ്ഞാൽ അടിപൊളി. ഇതിൻ്റെ പോച്ച അടിപൊളിയായിട്ട് പോകും. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇവിടെ പോച്ച വെട്ടിയെടുത്ത ശരിക്കും ഒന്ന് കാണാൻ പറ്റും. ആ പോച്ച ഉള്ളിടത്ത് ഇവിടുത്തെയും കൂടെ ഒരു എക്സസൈസ് കൂടെ ആണ് കേട്ടോ. നന്നായിട്ട് അണയ്ക്കും. രാവിലത്തെ ഒരു എക്സസൈസ് കൂടെ നമുക്ക് ആവും. പെട്ടെന്ന് തന്നെ ഇത് ഇത്രയും വളരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുവന്നുണ്ടല്ലേ. അത് കൂടാതെ നമുക്ക് അത്യാവശ്യം ഈ വെട്ടിയിട്ടേക്കുന്ന സാധനങ്ങൾ നീക്കി കൂട്ടാം. ഇങ്ങനെ നീക്കി കൂട്ടിയിട്ട് നമുക്ക് മാറ്റിയിടാൻ ഏറ്റവും നല്ലതാണ്. ഇത് കണ്ടില്ലേ, വലുതായിട്ട് വളർന്ന് നിൽക്കുന്നതൊക്കെ നമുക്ക് ആദ്യമേ ഒന്ന് അടിച്ചൊതുക്കി നമുക്ക് ഈസിയായിട്ട് പറ്റും. ഇതൊന്ന് ഒതുക്കാണ് കേട്ടോ. പുല്ല് വെട്ടി, പുല്ല് എന്നാ പേരെങ്കിലും ഇവൻ പുല്ലല്ല. ഇത് അടിപൊളിയാണ്, സെറ്റപ്പാണ്, വെറും പുല്ലല്ല. ഓക്കെ, എന്തായാലും അത് അടിപൊളി സാധനമാണ്. നിങ്ങളിത് എവിടെയെങ്കിലും കിട്ടുമല്ല. ഞാനിത് പിടവൂരിലാണ് വാങ്ങിച്ചത്. ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതുണ്ടാവും. അദ്ദേഹത്തിനെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും ഉറപ്പായിട്ടും. കുറേ നാളായി ഇത് വാങ്ങിച്ചിട്ട്. പക്ഷേ സൂപ്പറാണ് കേട്ടോ. അദ്ദേഹത്തിന് ഒരു നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കുള്ള സാധനങ്ങൾ
അദ്ദേഹം ഉണ്ടാക്കി വെക്കുന്നത്. കാരണം നമുക്കിവിടെ ഇത് അവൈലബിൾ അല്ല. ഈ നെറ്റിനകത്തൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഇത്ര നമുക്ക് ഓക്കെ അല്ല. പക്ഷേ ഇത് വളരെ ഓക്കെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത്. ഈ മഴ പെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇത്ര ഞാൻ ജസ്റ്റ് ഇത് വൃത്തിയായിട്ട് അത് ഡീപ്പായിട്ട് അടിച്ചില്ല. ചുമ്മാ ഒരു ഈ മണ്ടക്കത്തെ പോച്ച കളയാൻ മാത്രമേ ഇത് ഡീപ്പായിട്ട് നമുക്ക് പറ്റും കേട്ടോ. കാരണം നിങ്ങളിവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഡീപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡീപ്പായിട്ട് ഇതിനെ കളയാനും സാധിക്കും. കണ്ടോ, ഇത് ചെത്തുന്ന പോലെ തന്നെ നമുക്ക് ഇത് കളയാൻ സാധിക്കും. അങ്ങനെയും ചെയ്യാം. പക്ഷെ നമുക്ക് ചൂമ്പക്കാളിലും എളുപ്പമായിട്ട് ഇതിനെ അടിച്ച് കളയാൻ പറ്റും. ഇനിയിപ്പം ഈ ചെറിയ അല്ലാതുള്ള ആണെങ്കിൽ അത്യാവശ്യം വലിയ മരങ്ങളാണെങ്കിലും നമുക്ക് കളയുന്നുണ്ടല്ലേ. ഈ ചെടി ഇച്ചിരി അത്യാവശ്യം കമ്പുള്ളതാണ്, കാണാൻ പറ്റും, കമ്പുള്ളതാണ്. അപ്പോൾ ഈ കമ്പുള്ളതിനെ വേണ്ട നമുക്കുണ്ടോ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളയാൻ നമുക്ക് സാധിക്കും. അതിനും നമുക്ക് സാധിക്കും. ഇതിനേക്കാൾ കുറച്ചുകൂടെ കമ്പുള്ളത് കാണിക്കാം. ഇവിടെ നിൽപ്പുണ്ട്, കാണാതെ കണ്ടില്ലേ. പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. അതൊക്കെ നല്ല മൂർച്ചയാണ്. പിന്നെ നമുക്ക് മൂർച്ചയ്ക്കനുസരിച്ച് ഇത് ചെയ്ത് കൊടുത്താൽ മതി, മൂർച്ച കൂട്ടി കൊടുത്താൽ മതി, ഓക്കെ ആയിക്കോളും. എന്തായാലും ഇത് കിടക്കുന്ന സാധനമാണ്. നമുക്കൊരു എക്സസൈസും ആവും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിപൊളി ഒരു എക്സ്പീരിയൻസ് നൽകുന്നൊരു ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. പുല്ലുവെട്ടി നിങ്ങളുടെ എന്താ പറയുന്നത് കാടും പടലിലൂടെയൊക്കെ വെട്ടി കളയട്ടെ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.